നാട്ടുഭരണത്തിൻ മനം മുറിഞ്ഞേ കാക്കി അണിഞ്ഞവർ അഴിഞ്ഞാടുന്നേ. കാട്ടുമൃഗങ്ങളോ നാട്ടിലിറങ്ങുമ്പോൾ അൻവർ മനം കരഞ്ഞേ. PV അൻവർ ഒന്നര പേര് നിലമ്പൂര് മണ്ഡലമിതാണേ. അത് കൂട്ടുപിടിച്ചൊരല്ലമാരെ തനിയെ നേരിടാൻ ഇവന് തോളേ. പ്രിയമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ, ജൂൺ 19-ാം തീയതി നടക്കാനിരിക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി, നിലമ്പൂരിന്റെ വികസന നായകൻ, കേരളത്തിന്റെ വിപ്ലവ നായകൻ, ജനപ്രിയ രാഷ്ട്രീയത്തിലൂടെ നിലമ്പൂരിന്റെ മുഖച്ഛായ മാറ്റിമറിച്ച് അരുതായ്മകളോട് സമരസപ്പെടാൻ മനസ്സില്ല എന്ന ചങ്കൂറ്റവുമായി അധികാര കസേര വലിച്ചെറിഞ്ഞു നിലമ്പൂരിലെ ജനമനസ്സിലെ ജനനായകൻ, അനീതിയുടെ ഗർഭഗോപുരങ്ങൾക്ക് മുമ്പിൽ നീതിയുടെ പടവാളെന്തിക, ചാലിയാറിന്റെ തീരത്തെ വികസന നായകൻ, കേരളത്തിന്റെ വിപ്ലവ നായകൻ PV അൻവറിന് നിങ്ങളുടെ വിരൽ തുമ്പിലുള്ള രാജാധികാരം, നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരമായ വിലപ്പെട്ട വോട്ടുകൾ കത്രിക അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും നിലമ്പൂരിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ജനാധിപത്യത്തെ ഏകാധിപത്യമാക്കിയ പിണറായി സത്തയും അതിനു കൂട്ടുപിടിക്കുന്ന മുക്കാൽ പിണറായി VD സതീശന്റെയും ധിക്കാര നടപടികൾക്കെതിരെ സിംഹഗർജനത്തോടെ ശബ്ദമുയർത്താൻ കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കണമെന്ന് നിലമ്പൂരിലെ നല്ലവരായ വോട്ടർമാരോട് താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ജനനായകൻ PV അൻവറിന് വിജയ ആശംസകളോടെ തൃണമൂൽ കോൺഗ്രസ് കോങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി. മറക്കില്ലട്ടോ മടിക്കല്ലട്ടോ വോട്ട് അൻവറിന് തന്നെ കൊടുക്കണട്ടോ. ഭരണം കൊണ്ട് നാട് മുടിച്ചവരും ആ ഭരണക്കുഴിയിൽ വീണ് മരിച്ചവരും അൻവർ പറഞ്ഞു പറഞ്ഞു നേര് പറഞ്ഞു, പിന്നെ വേട്ടയാടിയതും നമ്മളും കണ്ടു. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയില്ലേ എന്തിനാണ് PV അൻവർ MLA സ്ഥാനം രാജിവെച്ചത്? വീണ്ടും ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് അവസരം ഒരുങ്ങിയത് ADGP MR അജിത് കുമാർ കേരളത്തിന്റെ ഉത്സവമായ തൃശൂർ പൂരം കലക്കി BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ അവസരം ഒരുക്കി കൊടുത്തപ്പോ അതിന് ഒത്താശ ചെയ്ത പിണറായിസം മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും സംഗമ കേന്ദ്രമായ മലപ്പുറം ജില്ലയെയും ന്യൂനപക്ഷ സമുദായത്തെയും രാജ്യത്തിനു മുമ്പിൽ ഇകഴ്ത്തി കാണിക്കാനും വർഗീയവൽക്കരിക്കാനും കേന്ദ്ര സർക്കാരിനു മുമ്പിൽ ക്രിമിനൽ ജില്ലയായി വൽക്കരിക്കാനും അനാവശ്യമായ കേസുകൾ വർദ്ധിപ്പിച്ച് മലപ്പുറം ജില്ലയിൽ മാത്രം ക്രിമിനൽ കേസുകളുടെ എണ്ണം 44,863 കേസുകൾ ചാർജ് ചെയ്ത് നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ പാസ്പോർട്ട് പോലും എടുക്കാനും പുതുക്കാനും കഴിയാത്ത രീതിയിൽ അധികാര ഗർവ് കൊണ്ട് ഒരു സമുദായത്തെ ദ്രോഹിച്ച പിണറായി വിജയന്റെ പിണറായി സത്തിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ തന്റെ MLA സ്ഥാനം വലിച്ചെറിഞ്ഞു അരുതായ്മകളോട് സന്ധി ചെയ്യാൻ തയ്യാറല്ല എന്ന ചങ്കൂറ്റവുമായി നിലമ്പൂരിലെ ജനമനസ്സുകളിലേക്ക് ഇറങ്ങി വന്നു